പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ മഹാസംഭവം എങ്ങനെ ഒരു കഥയായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം വായനക്കാരായ നാം എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 81. ഇന്ന് മുതൽ ഇനി അടുത്ത 18 ദിവസങ്ങൾ ഒരു പുതിയ ബൈബിൾ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ദേശം കീഴടക്കലും ന്യായാധിപന്മാരും. ഈ കാലഘട്ടത്തിൽ നാം വായിക്കുന്നത്, അടുത്ത 18 ദിവസങ്ങളിൽ നമ്മുടെ വായനയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ജോഷുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, റൂത്തിൻ്റെ പുസ്തകം, ഒപ്പം സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1 സാമുവേൽ 1 മുതൽ 8 വരെ അധ്യായങ്ങളും. ഈ വായനയ്ക്കൊപ്പം സങ്കീർത്തനങ്ങളിൽ നിന്ന് നാം പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ജോഷുവയുടെ പുസ്തകം 1 മുതൽ 4 വരെ അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ 123. പ്രിയമുള്ളവരെ, നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. വചനം വായിക്കുമ്പോൾ വചനം നമ്മെയും വായിക്കുകയാണ്. ജോഷുവ അധ്യായം 1. ജോഷുവയ്ക്ക് ലഭിച്ച ദൗത്യം. കർത്തൃദാസനായ മോശയുടെ മരണശേഷം നൂനിൻ്റെ മകനും മോശയുടെ സേവകനുമായ ജോഷുവയോട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇപ്പോൾ നീയും ഈ ജനം മുഴുവനും എഴുന്നേറ്റ് ഇസ്രായേലരായ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്തേക്ക് ഈ ജോർദാൻ കടന്നു ചെല്ലുക. മോശയോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ കാൽപാദം ഊന്നുന്ന പ്രദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയും ഈ ലെബനോനും മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെ, ഹേത്തുകാരുടെ ദേശം മുഴുവനും, സൂര്യാസ്തമനത്തിൻ്റെ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിന്റെ ആയുഷ്കാലമെല്ലാം ആരും നിന്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ നിരുന്മേഷനാക്കുകയില്ല, നിന്നെ കൈവിടുകയുമില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്തെന്നാൽ ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിന് ഇവരെ അവകാശികളാക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നിന്നെ അനുശാസിച്ച നിയമം ഓരോന്നും അനുസരിച്ച് അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നീ ഏറെ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. അവയിൽ നിന്ന് നീ ഇടം വലം വ്യതിചലിക്കരുത്. ഏർപ്പെടുന്നതിലെല്ലാം നീ വിജയിയാകാൻ വേണ്ടിയാണിത്. ഈ നിയമഗ്രന്ഥം നിന്റെ അധരത്തിൽ നിന്ന് അകലരുത്. അതിൽ ലിഖിതമായതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധ പുലർത്തേണ്ടതിന് നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അങ്ങനെ നീ നിന്റെ വഴി മുന്നേറാൻ ഇടയാക്കും. നീ വിജയിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. എന്തെന്നാൽ നീ ഏർപ്പെടുന്നതിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്ന് ഞാൻ നിന്നെ അനുശാസിച്ചതല്ലേ. ജോഷുവ ജനത്തിന് നിർദ്ദേശം നൽകുന്നു. ജോഷുവ ജനപ്രമാണികളോട് ഇപ്രകാരം കൽപ്പിച്ചു: പാളയത്തിനിടയിൽ കടന്നു ചെന്ന് ജനങ്ങളോട് നിങ്ങൾ ഇപ്രകാരം ആജ്ഞാപിക്കുവിൻ: നിങ്ങൾക്കായി പാഥേയം സംഭരിക്കുവിൻ. എന്തെന്നാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോർദാൻ കടക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി നൽകുന്ന ദേശം കൈവശപ്പെടുത്താനാണ് നിങ്ങൾ പോകുന്നത്. റൂബൻകാരോടും ഗാദുകാരോടും മനാസയുടെ ഗോത്രപാതിയോടും ജോഷുവ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥതയേകി ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ച കാര്യം അനുസ്മരിക്കുവിൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങൾ ആയോധന വീരന്മാരെല്ലാം ആയുധമണിഞ്ഞ് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പേ കടന്ന് അവരെ സഹായിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളെപ്പോലെ സ്വസ്ഥതയേകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ അത് വേണം. അനന്തരം സൂര്യോദയദിക്കിൽ ജോർദാനിക്കരെ കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് കൈവശമായി തന്നിരിക്കുന്ന ദേശത്ത് തിരിച്ചെത്തി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അവർ ജോഷുവയെ ഇപ്രകാരം ധരിപ്പിച്ചു: നീ ഞങ്ങളെ അനുശാസിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്ന ഇടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം.
മോശയെ ഞങ്ങൾ അനുസരിച്ചതുപോലെയെല്ലാം നിന്നെയും ഞങ്ങൾ അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. അത് മതി. നീ ഞങ്ങളെ അനുശാസിക്കുന്ന ഏത് കാര്യത്തിലും നിന്റെ ആജ്ഞ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആരായാലും മരിക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. ജോഷുവ അധ്യായം 2. ജെറീക്കോയിലേക്ക് ചാരന്മാർ. നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 ചാരന്മാരെ, നിങ്ങൾ പോയി ദേശവും ജെറീക്കോയും നിരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് രഹസ്യത്തിലയച്ചു. അവർ യാത്ര ചെയ്ത് റാഹാബ് എന്നു പേരുള്ള വേശ്യയായ ഒരുവളുടെ വീട്ടിൽ ചെന്നെത്തി. അവിടെ അന്തിയുറങ്ങി. ജെറീക്കോ രാജാവിന് ഇപ്രകാരം വാർത്ത കിട്ടി: ഇതാ, ദേശം ഒറ്റുനോക്കാൻ ചില ഇസ്രായേല്യർ രാത്രിയിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ജെറീക്കോ രാജാവ് റാഹാബിന്റെ പക്കൽ, നിന്റെ അടുക്കൽ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളെ പുറത്തിറക്കുക, കാരണം നാടാകെ ഒറ്റുനോക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് പറയാൻ ആളയച്ചു. ആ സ്ത്രീയാകട്ടെ ആ 2 ആളുകളെയും സ്വീകരിച്ച് ഒളിപ്പിച്ചിരുന്നു. അവൾ പറഞ്ഞു, ഈ ആളുകൾ എൻ്റെ പക്കൽ വന്നു എന്നത് ശരി തന്നെ, പക്ഷേ അവർ എവിടെ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പട്ടണവാതിൽ അടയ്ക്കാറായപ്പോൾ ഇരുട്ടത്ത് ആ ആളുകൾ പുറപ്പെട്ടു. എങ്ങോട്ടാണ് ആ ആളുകൾ നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ വേഗം അവരെ പിന്തുടരുവിൻ. തീർച്ചയായും നിങ്ങൾ അവരെ മറികടക്കും. അവളാകട്ടെ അവരെ തട്ടിലേക്ക് കയറ്റി തട്ടിൻപുറത്ത് തനിക്കായി അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അപ്പോൾ ആളുകൾ ജോർദാനിലേക്കുള്ള വഴിയെ കടവുകൾ വരെ അവരെ പിന്തുടർന്നു. അവരെ അനുധാവനം ചെയ്തവർ പുറത്തു കടന്നതോടെ കവാടമടയ്ക്കുകയും ചെയ്തു. അവർ കിടക്കുന്നതിന് മുമ്പേ അവൾ തട്ടിന്മേൽ അവരുടെ അടുത്തേക്ക് കയറി ചെന്നു. അവൾ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നെന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ മൂലം ദേശവാസികൾ മുഴുവൻ കിടിലം കൊള്ളുകയാണെന്നും ഞാൻ അറിയുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ നടന്ന് ചെങ്കടൽ ജലം വറ്റിച്ചതും ജോർദാനക്കരെ നിങ്ങൾ ഉന്മൂലനാചാരവിധേയമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിടിഞ്ഞു. നിങ്ങൾ മൂലം ആരിലും പിന്നെ ഉണർവുണ്ടായില്ല. തീർച്ചയായും മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. ആകയാൽ ഞാൻ നിങ്ങളോട് കരുണ ചെയ്തതുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് കരുണ ചെയ്യുമെന്ന് ഇപ്പോൾ എന്നോട് കർത്താവിനെ കൊണ്ട് ശപഥം ചെയ്താലും വിശ്വാസ്യതയുടെ ഒരടയാളവും നിങ്ങൾ എനിക്ക് തരണം. എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും അവർക്കുള്ള സകലതിനെയും ജീവിക്കാൻ അനുവദിച്ച് മരണത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ നിങ്ങൾ മോചിപ്പിക്കണം. അപ്പോൾ ആ ആളുകൾ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ വാഗ്ദാനം നിങ്ങൾ പരസ്യമാക്കുകയില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ഞങ്ങൾ ജീവൻ പോലും ത്യജിക്കും. കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ നിന്നോട് ഞങ്ങൾ കാരുണ്യവും വിശ്വസ്തതയും കാണിക്കും. തുടർന്ന് അവൾ ഒരു കയറ് വഴി ജനാലയിൽ കൂടി അവരെ താഴേക്കിറക്കി. കാരണം കോട്ട മതിലിലായിരുന്നു അവളുടെ വീട്. മതിലിനുള്ളിലാണ് അവൾ താമസിച്ചിരുന്നത്. അവൾ അവരോട് പറഞ്ഞു, അനുധാവകർ നിങ്ങളുടെ മേൽ ചാടി വീഴാതിരിക്കാൻ മലയിലേക്ക് നടക്കുവിൻ. അനുധാവകർ മടങ്ങിപ്പോകുന്നതുവരെ 3 ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. ആ ആളുകൾ അവളോട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച നിന്റെ ഈ ശപഥത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ വന്നെത്തുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ഈ ചെമന്ന അളവ് ചരട് കെട്ടിയിട്ടില്ലെങ്കിലായിരിക്കും. നിന്റെ മാതാപിതാക്കന്മാരെയും നിന്റെ സഹോദരരെയും പിതൃഭവനം മുഴുവനെയും നിന്റെ പക്കൽ വീട്ടിലേക്ക് ഒന്നിച്ചു കൂട്ടിയിരിക്കണം. നിന്റെ വീട്ടുവാതിൽക്കൽ നിന്ന് തെരുവിലേക്ക് പുറപ്പെടുന്ന ആരും തൻ്റെ രക്തത്തിന് ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ നിന്നോടൊപ്പം വീട്ടിലായിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ കയ്യബദ്ധം സംഭവിച്ചാൽ അവൻ്റെ രക്തത്തിന് ഞങ്ങളായിരിക്കും ഉത്തരവാദികൾ. ഞങ്ങളുടെ ഈ വാഗ്ദാനം നീ പരസ്യപ്പെടുത്തുന്ന പക്ഷം നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച നിന്റെ ശപഥത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. അത് നിങ്ങളുടെ വാക്കുകൾ പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ അയച്ചു. അവർ യാത്രയാകുകയും ചെയ്തു. ആ ചുമന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു. അവരാകട്ടെ മലയിലേക്ക് നടന്നുപോയി അനുധാവകർ മടങ്ങുന്നതുവരെ 3 ദിവസം അവിടെ ഇരുന്നു. അനുധാവകർ അവരെ വഴിനീളെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. അനന്തരം ആ 2 ആളുകൾ മടങ്ങി. അവർ മലയിൽ നിന്നിറങ്ങി മുന്നേറി നൂനിന്റെ മകനായ ജോഷുവയുടെ അടുത്തെത്തി. തങ്ങൾക്ക് നേരിട്ടതെല്ലാം അവർ അവനോട് വിവരിച്ചു. അവർ ജോഷുവയോട് പറഞ്ഞു, തീർച്ചയായും കർത്താവ് നമ്മുടെ കയ്യിൽ ആ നാട് മുഴുവൻ തന്നിരിക്കുന്നു. തദ്ദേശവാസികളെല്ലാവരും നമ്മെ പ്രതി കിടിലം കൊള്ളുകയുമാണ്. ജോഷുവ അധ്യായം 3. ഇസ്രായേല്യർ ജോർദാൻ കടക്കുന്നു.
ജോഷുവ അതിരാവിലെ എഴുന്നേറ്റു. അവനും ഇസ്രായേല്യർ മുഴുവനും ഷിത്തിമിൽ നിന്ന് നടന്ന് ജോർദാൻ വരെ ചെന്നു. അപ്പുറം കടക്കുന്നതിന് മുമ്പ് അവർ അവിടെ രാപാർത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമാണിമാർ പാളയത്തിനകത്ത് കടന്ന് ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു: നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി പേടകവും അത് സംവഹിക്കുന്ന ലേവായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്തു നിന്ന് നീങ്ങി അതിന് പിന്നാലെ നടക്കണം. എന്നാൽ അതിനും നിങ്ങൾക്കുമിടയിൽ 2000 മുഴത്തോളം അളവ് അകലമുണ്ടായിരിക്കണം. ഈ വഴി ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അറിയാൻ നിങ്ങൾ അതിൻ്റെ പക്കലേക്ക് അടുക്കരുത്. ജോഷുവ ജനത്തോട് പറഞ്ഞു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, എന്തെന്നാൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ പുരോഹിതന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഉടമ്പടി പേടകവും വഹിച്ച് ജനത്തിനു മുമ്പേ നദി കടക്കുവിൻ. അവർ ഉടമ്പടി പേടകം വഹിച്ച് ജനത്തിനു മുമ്പേ നടന്നു. കർത്താവ് ജോഷുവയോട് പറഞ്ഞു: ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോട് കൂടെയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് ഞാൻ ഇസ്രായേൽ മുഴുവനും മുമ്പാകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങുകയാണ്. ജോർദാന്റെ ജലാതിർത്തി വരെ എത്തുമ്പോൾ ജോർദാനിൽ നിങ്ങൾ നിൽക്കണമെന്ന് ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ നീ അനുശാസിക്കണം. ജോഷുവ ഇസ്രായേല്യരോട് പറഞ്ഞു: ഇവിടേക്കടുത്തു വന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. തുടർന്ന് ജോഷുവ പറഞ്ഞു: ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാനാൻകാർ, ഹേത്തുകാർ, ഹിവ്വികൾ, പെരീസുകാർ, ഗിർഗാഷുകാർ, അമോരികൾ, ജബൂസുകാർ എന്നിവരെ തീർച്ചയായും തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഇതാ ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ ഉടമ്പടി പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിൽ കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഗോത്രത്തിനൊന്ന് വീതം 12 പേരെ നിങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് എടുക്കുവിൻ. ജോർദാനിലെ ജലത്തിൽ ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ നിശ്ചലമാകുമ്പോൾ ജോർദാൻ ജലം വിഭജിതമാവുകയും മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം ഒരു ചിറയായി നിൽക്കുകയും ചെയ്യും. ജോർദാൻ നദി കടക്കുന്നതിന് ജനം തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് നീങ്ങിയപ്പോൾ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പേ ഉണ്ടായിരുന്നു. പേടകവാഹകർ ജോർദാൻ വരെ എത്തുകയും പേടകവാഹകരായ പുരോഹിതന്മാരുടെ പാദങ്ങൾ കൊയ്ത്തുകാലം മുഴുവൻ തീരങ്ങളെല്ലാം കവിയുന്ന ജോർദാന്റെ ജലാതിർത്തിയിൽ മുങ്ങുകയും ചെയ്തപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം നിലച്ചു. സാറെത്താന് സമീപമുള്ള ആദം പട്ടണപ്രദേശത്ത് അത് ബഹുദൂരം ഒരു ചിറയായി ഉയർന്നു. ഉപ്പുകടലായ അറാബ കടലിന് നേർക്കുള്ള ഒഴുക്ക് നിശേഷം വിച്ഛേദിക്കപ്പെട്ടു. ജനം ജെറീക്കോയ്ക്ക് മുമ്പിലായി അക്കരെ കടന്നു. കർത്താവിൻ്റെ ഉടമ്പടി പേടകവാഹകരായ പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് ഉറച്ചു നിന്നു. ജനസഞ്ചയം മുഴുവനും ജോർദാൻ കടന്നു തീരും വരെ ഇസ്രായേൽക്കാരെല്ലാവരും വരണ്ട നിലത്തുകൂടിയാണ് അക്കരെ കടന്നത്. ജോഷുവ അധ്യായം 4. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനസഞ്ചയം മുഴുവനും ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഗോത്രത്തിൽ നിന്നൊരാളെ വീതമായി 12 പേരെ ജനത്തിൽ നിന്ന് നിനക്കായി തിരഞ്ഞെടുക്കുക. അവരെ ഇപ്രകാരം അനുശാസിക്കുക: ഇവിടെ ജോർദാന്റെ നടുവിൽ നിന്ന് പുരോഹിതർ പാദങ്ങൾ ഉറപ്പിച്ച അടിത്തട്ടിൽ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് നിങ്ങളോടൊപ്പം അവ കൊണ്ടുവന്ന് നിങ്ങൾ രാത്രി ചെലവഴിക്കുന്ന താവളത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഇസ്രായേലിൽ നിന്ന് ഗോത്രത്തിനൊരാളെ വീതമായി താൻ നിശ്ചയിച്ച 12 പേരെ ജോഷുവ വിളിച്ചു. ജോഷുവ അവരോട് പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ ജോർദാന്റെ മധ്യത്തിലേക്ക് മുന്നേറുവിൻ. ഇസ്രായേലി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോ കല്ല് നിങ്ങൾക്കായി നിങ്ങൾ ഓരോരുത്തരും ചുമലിൽ ഉയർത്തുവിൻ. നിങ്ങൾക്കിടയിൽ അത് ഒരടയാളമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം നാളെ നിങ്ങളുടെ മക്കൾ ഇപ്രകാരം ചോദിക്കും: ഈ കല്ലുകൾ നിങ്ങൾക്കെന്താണ്? അപ്പോൾ കർത്താവിൻ്റെ ഉടമ്പടി പേടകം ജോർദാനിലൂടെ കടന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ജോർദാൻ ജലം വിഭജിതമായി. ജോർദാൻ ജലം വിഭജിതമാകുക തന്നെ ചെയ്തു എന്നും ഈ കല്ലുകൾ എന്നേക്കും ഇസ്രായേല്യർക്കുള്ള സ്മാരകമായി തീരുമെന്നും നിങ്ങൾ അവരോട് പറയണം. ജോഷുവ ആജ്ഞാപിച്ചതെങ്ങനെയോ അങ്ങനെ ഇസ്രായേല്യർ ചെയ്തു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തിരുന്നതുപോലെ ഇസ്രായേലി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാന് മധ്യേ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് തങ്ങളോടൊപ്പം സങ്കേതത്തിലെത്തിച്ച് അവ അവിടെ സൂക്ഷിച്ചു. ജോർദാന്റെ നടുവിൽ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ഉറച്ചു നിന്ന അടിത്തട്ടിൽ ജോഷുവ 12 കല്ലുകൾ സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയെ അനുശാസിച്ചതുപോലെല്ലാം തന്നെ ജനത്തോട് സംസാരിക്കാൻ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു. അക്കാര്യമെല്ലാം പൂർത്തിയാകുവോളം പേടകം സംവഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന് മധ്യേ നിൽക്കുകയായിരുന്നു.
ജനം മുഴുവൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകവും കടന്നു. പുരോഹിതന്മാർ ജനത്തിനു മുമ്പിലായിരുന്നു. റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും മോശ തങ്ങളോട് വചിച്ചിരുന്നതുപോലെ ആയുധമണിഞ്ഞ് ഇസ്രായേല്യരുടെ മുമ്പേ കടന്നു. സൈന്യസജ്ജരായ 40,000-ഓളം പേർ കർത്തൃസമക്ഷം ജെറീക്കോ സമതലങ്ങളിലേക്ക് യുദ്ധത്തിനായി മുന്നേറി. ആ ദിനം കർത്താവ് ഇസ്രായേൽ മുഴുവൻ്റെയും ദൃഷ്ടികളിൽ ജോഷുവയെ വലിയവനാക്കി. അവർ മോശയെ ആദരിച്ചതുപോലെ അവൻ്റെ ജീവിതകാലമെല്ലാം അവനെയും ആദരിച്ചു. കർത്താവ് ജോഷുവയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ജോർദാനിൽ നിന്ന് കയറി വരാൻ സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് കൽപ്പിക്കുക. നിങ്ങൾ ജോർദാനിൽ നിന്ന് കയറി വരൂ എന്ന് ജോഷുവ അവരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ നിന്ന് കയറിയപ്പോൾ പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ കരയിലേക്ക് എടുത്തു വച്ചപ്പോൾ ജോർദാൻ ജലം യഥാസ്ഥാനത്ത് പഴയപടിയായി. അതിൻ്റെ തീരങ്ങളെല്ലാം മുമ്പത്തെ പോലെ കവിഞ്ഞൊഴുകി. ആദ്യ മാസത്തിൻ്റെ 10-ാം തീയതിയാണ് ജനം ജോർദാനിൽ നിന്ന് കയറിയത്. അവർ ജെറീക്കോയുടെ കിഴക്കേ അറ്റത്ത് ഗിൽഗാലിൽ പാളയമടിച്ചു. അവർ ജോർദാനിൽ നിന്നെടുത്ത ആ 12 കല്ലുകൾ ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേല്യരോട് ഇപ്രകാരം പറഞ്ഞു: നാളെ നിങ്ങളുടെ മക്കൾ തങ്ങളുടെ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്താണ് എന്ന് ആരായുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇപ്രകാരം അറിയിക്കണം: ഇസ്രായേൽ ഈ ജോർദാൻ കടന്നത് ഉണങ്ങിയ പ്രതലത്തിലൂടെയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ കുറുകെ കടക്കുന്നതുവരെ ഞങ്ങളെ പ്രതി ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കടക്കുന്നതുവരെ നിങ്ങളെ പ്രതി ജോർദാൻ ജലം വറ്റിച്ചു. ഇത് കർത്താവിൻ്റെ കരം ശക്തമാണെന്ന് ഭൂമിയിലെ എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയാണ്. നിങ്ങളെക്കാലവും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ വേണ്ടിയാണ്. സങ്കീർത്തനങ്ങൾ 123. കനിവിനായി നോക്കിയിരിപ്പ്. ആരോഹണ ഗീതം. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തിയിരിക്കുന്നു. ഇതാ തങ്ങളുടെ യജമാനന്മാരുടെ കയ്യിലേക്ക് ദാസന്മാരുടെ കണ്ണുകൾ എങ്ങനെയോ, തൻ്റെ സ്വാമിനിയുടെ കയ്യിലേക്ക് പരിചാരികയുടെ കണ്ണുകൾ എങ്ങനെയോ. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളിൽ കനിയുന്നതുവരെ അവിടുത്തെ പക്കലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ അങ്ങനെയാണ്. ഞങ്ങളിൽ കനിയണമേ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ നിന്ദനാധിക്യത്താൽ ഞങ്ങൾ മടുത്തു. അലംഭാവികളുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും ഞങ്ങളുടെ ആത്മാവ് ഏറെ അനുഭവിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വളരെ അതിശയകരമായ അത്ഭുതകരമായ ഈ യാത്രയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ അനുവദിക്കുകയാണ്. ഇന്ന് 81-ാമത്തെ ദിവസം മുതൽ ഇനി വരുന്ന 18 ദിവസങ്ങൾ നമ്മൾ പുതിയ ചില പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. കനാൻ ദേശത്തിൻ്റെ കീഴടങ്ങലും തുടർന്ന് ന്യായാധിപന്മാരുടെ ചരിത്രവുമാണ് നമ്മൾ ഈ 18 ദിവസങ്ങളിൽ വായിക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോഷുവയും ന്യായാധിപന്മാരും റൂത്തും സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 1 മുതൽ 8 വരെ അധ്യായങ്ങളും നമ്മൾ ഈ യാത്രയിൽ വായിക്കും. ഇന്ന് വായിച്ച ജോഷുവയുടെ പുസ്തകം 1 മുതൽ 4 വരെ അധ്യായങ്ങളിൽ ജോർദാൻ നദി കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ ആരംഭമാണ് ഈ ജോർദാൻ കടക്കുന്നത്. ജോഷുവയോട് ദൈവം പറയുന്നത്: ശക്തനും ധീരനുമായിരിക്കണം, പരിഭ്രമിക്കരുത്, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ്. നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും ഞാൻ വിജയത്തിലെത്തിക്കും. ഓരോ വിശ്വാസിക്കും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന, ദൈവത്തിൽ നിന്ന് ഓരോ വിശ്വാസിയും സ്വീകരിക്കുന്ന ഒരു യഥാർത്ഥമായ വാഗ്ദാനമാണത്. എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്, ശക്തരും ധീരരും ആയിരിക്കണം. ജോർദാൻ കടന്നു കഴിയുമ്പോൾ അവിടെ നിന്നെടുക്കുന്ന കല്ലുകൾ സ്മാരകശിലയായി മാറുന്നു എന്ന് നാം വായിച്ചു. ദൈവം നടത്തിയ വഴികൾ മറന്നുപോകാൻ വളരെ എളുപ്പമാണ്. മറക്കാതിരിക്കാൻ ഓർമ്മയുടെ ചില കല്ലുകൾ എപ്പോഴും ഹൃദയത്തിൽ ഒരു സ്മാരകശിലയായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും കാലങ്ങളിൽ നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയുടെ വഴികളെ മറന്നുപോകാതിരിക്കാനായി ഓർമ്മയുടെ ചില കല്ലുകൾ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. വരണ്ട നിലത്തുകൂടി അക്കരെ കടക്കുന്നതും ദേശം കീഴടങ്ങുന്നതും അതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ സൃഷ്ടി വിവരണങ്ങളെ ഒരിക്കൽ കൂടി ഓർക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം ഒരു പുതിയ സൃഷ്ടിയാണ്. ഒരിക്കൽ കൂടി ദൈവം എല്ലാം ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മളിത് കണ്ടിരുന്നു. എല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കാൻ ദൈവം ദൈവജനത്തിന് അവസരം കൊടുക്കുകയാണ്. വാഗ്ദത്ത നാട്ടിൽ ഇനി അവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുമോ, ദൈവത്തെ ആശ്രയിക്കുമോ, ദൈവത്തിൻ്റെ കൽപ്പനകളിലൂടെ നടക്കുമോ എന്നതാണ്
ഇനി നമ്മെ കാത്തിരിക്കുന്ന വളരെ ഉദ്വേഗജനകമായ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ കുറിക്കുന്ന സംഭവങ്ങളിൽ നാം ചോദിക്കാൻ പോകുന്ന ചോദ്യവും നമുക്ക് ലഭിക്കാൻ പോകുന്ന വിവരണങ്ങളും. ഒരു പുതിയ തുടക്കത്തിന് ദൈവം എപ്പോഴും എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഓരോ പ്രഭാതവും എല്ലാം ഒരിക്കൽ കൂടി നന്നായി ആരംഭിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം ഒരിക്കൽ കൂടി നന്നായി ആരംഭിക്കാൻ ഓരോ പുലരിയും നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. ജോഷുവയും യേശുവും തമ്മിൽ അസാധാരണമായ സമാനതകൾ കാണാൻ കഴിയും. സത്യത്തിൽ പുതിയ പുറപ്പാടിൻ്റെ ജോഷുവയാണ് യേശു. രണ്ടുപേരും വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ ആനയിച്ചു കൊണ്ടുപോകുന്നത് ജോർദാനിൽ നിന്നാണ്. യേശുവിൻ്റെ മിനിസ്ട്രി, യേശുവിൻ്റെ ദൗത്യം, ശുശ്രൂഷയും ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാനിൽ നിന്ന് ജോർദാൻ നദിയിൽ അവിടുന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴാണ്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം അബ്രഹാമിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ ഒരു നിറവേറലാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും പാഴായി പോവില്ല എന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ സമകാലിക ചരിത്രം വരെ ഇസ്രായേൽ എന്ന ഒരു ജനതയുടെ കൂടെ എപ്രകാരം ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് യാത്ര ചെയ്തു എന്നതിൻ്റെ സത്യത്തിലെ ഒരു നിലനിൽക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേൽ എന്ന രാജ്യം. അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ജോഷുവ 2 ചാരന്മാരെ മാത്രമാണ് അയക്കുന്നത്. മോശ അയച്ചത് 12 പേരെയാണ്. അതിൽ 2 പേർ മാത്രമാണ് വിശ്വസ്തരായി കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച ജോഷുവ മോശയ്ക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നു. ജോഷുവ 2 പേരെ മാത്രമാണ് അയക്കുന്നത്. നമ്മൾ ഈ മാതാപിതാക്കളും പൂർവികരും ചെയ്ത തെറ്റുകൾ അതേപടി ആവർത്തിക്കേണ്ടവരല്ല. നമ്മുടെ പൂർവികർക്ക് മുമ്പേ നടന്നവർക്ക് പറ്റിയ അബദ്ധങ്ങളും തെറ്റുകളും മണ്ടത്തരങ്ങളും ഒക്കെ തിരുത്താനാണ് അനന്തരാവകാശികളായ നമ്മുടെ നിയോഗം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്, റാഹാബ് എന്ന വേശ്യാസ്ത്രീ ഇസ്രായേൽക്കാരോട്, ഈ ചാരന്മാരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സത്യത്തിലെ പണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശം ഒറ്റുനോക്കാൻ വന്ന ചാരന്മാർ, അതിൽ 10 പേർ മടങ്ങിച്ചെന്ന് കൊടുത്ത ഒരു തെറ്റായ അറിവുണ്ടായിരുന്നു. കാനാൻ ദേശത്തെ ആളുകൾ വലിയ അധികായന്മാരാണെന്നും അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകളെ പോലെയാണെന്നും നമുക്കൊരിക്കലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും അവർ കൊടുത്ത ഒരു തെറ്റായ അറിവുണ്ടായിരുന്നു. എന്നാൽ ഈ റാഹാബ് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞങ്ങൾ കേട്ട് ഞങ്ങൾ നടുങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ കാനാൻകാരെ പേടിച്ചല്ല ഇസ്രായേൽക്കാർ ജീവിക്കേണ്ടത്, ഇസ്രായേൽക്കാരെ കാനാൻകാർ പേടിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ 10 ചാരന്മാർ കൊടുത്ത ആ വിവരത്തിൻ്റെ നേരെ വിപരീതമായ ഒരു വിവരമാണ് റാഹാബ് എന്ന വേശ്യ പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഓർക്കണം, നമ്മൾ സാത്താനെ ഭയപ്പെടാനുള്ളവരല്ല. ഭൂതോച്ചാടകനായ ഗബ്രിയേൽ അമോർത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം പോലെ, ദ ഡെവിൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് മീ. ഓരോ വിശ്വാസിയും സാത്താനെ ഭയപ്പെടുകയല്ല, സാത്താൻ വിശ്വാസിയെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇപ്രകാരം ഈ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ ജോർദാൻ കടന്ന് അക്കരെയെത്തി വാഗ്ദത്ത നാട്ടിലേക്ക് കാലൂന്നുമ്പോൾ എത്രമാത്രം ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ ട്രസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണം, ആശ്രയിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഈ അധ്യായങ്ങളുടെ വായന നമ്മൾ പൂർത്തിയാക്കുന്നത്. നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് പുതിയ ജോഷുവയായി ദൈവം നൽകിയ, ഇസ്രായേലിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണമായി ഞങ്ങളോട് എപ്പോഴും കൂടെയുള്ള ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജോഷുവയ്ക്ക് നൽകിയ വാഗ്ദാനം, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന ആ വാഗ്ദാനം പൂർണ്ണമായും നിറവേറിയത് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത അങ്ങയിലൂടെയാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകളെ ഈശോയെ ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത സമരങ്ങളിൽ, നിരാശപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ, രോഗങ്ങളിൽ, തകർച്ചകളിലെല്ലാം ഈ വചനം അവർക്ക് ആശ്വാസമായി മാറണമേ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ ദിവസം ഇന്ന് നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനവായന മുടക്കം കൂടാതെ അതിൽ സംബന്ധിക്കുന്നതിനായി നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബന്ധുക്കളോട്, കൂട്ടുകാരോട്, പരിചയക്കാരോട് ഈ പോഡ്കാസ്റ്റിനെ പരിചയപ്പെടുത്താനും മറക്കാതിരിക്കുക. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നാളെ കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.